കേസിൽ ജയിലിലായ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി. 2 ദിവസത്തേക്ക് സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. വൈദ്യപരിശോധനയ്ക്കായി സുഗതനെ കൊണ്ടുപോയിരിക്കുകയാണ്. ജാമ്യ ഹർജിയും ഇന്ന് തന്നെ പരിഗണിക്കും. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുഗതൻ കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില്ലറ പൊല്ലാപ്പല്ല ഉണ്ടായിട്ടുള്ളത്. ഹരി, ഇനിയും ഇവിടെ നിന്ന് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വിയ്യൂരിലേക്ക് തന്നെ ആയിരിക്കുമോ ഇന്ന് മടക്കം? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നില്ല. സുഗതനുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ ഇനിയും തുടരും. സുഗതനെ ഇപ്പോൾ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ ഒരു 10:30 തന്നെ പോലീസ് സുഗതനെ എത്തിച്ചു. 11 മണിയോടുകൂടി തുടക്കത്തിൽ തന്നെ ആ കേസ് എടുത്തു. അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു സുഗതനെ. അതായത് 2 കേസുകൾ. ഒന്ന്, ഈ വട്ടിയൂർക്കാവിൽ ഒരാളെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ അടിപിടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് നിലനിൽപ്പുണ്ട്. രണ്ടാമത്തേത് പോലീസിനെ ആക്രമിച്ച കേസ്. അങ്ങനെ 2 കേസുകൾ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കസ്റ്റഡിയിൽ സുഗതനെ വാങ്ങി ചോദ്യം ചെയ്യുന്നതും മറ്റു തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടികൾ വട്ടിയൂർക്കാവ് പോലീസിന് സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പ കേസ് ചുമത്തി തടങ്കലിലായിരിക്കുന്ന സുഗതനെ കോടതിയിൽ എത്തിക്കുമ്പോൾ പോലീസ് 2 ദിവസത്തേക്കുള്ള കസ്റ്റഡിയാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അത് കേസ് തുടക്കത്തിൽ എടുക്കുമ്പോൾ തന്നെ സുഗതനെ മെഡിക്കൽ എടുത്തിട്ട് വരാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചു. അങ്ങനെ അല്പസമയം മുമ്പ് സുഗതനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ മെഡിക്കൽ എടുത്തതിന് ശേഷം സുഗതനെ തിരികെ എത്തിക്കും. പോലീസിൽ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ തെളിവ് ശേഖരണത്തിനും സമയം വേണമെന്നും 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്നും വട്ടിയൂർക്കാവ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കോടതി സുഗതനെ വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ദിവസമോ 1 ദിവസമോ സുഗതൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കും. തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് കടക്കുകയും ചെയ്യും. ഇന്ന് തന്നെ ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് വിയ്യൂരിലേക്ക് മടക്കം ഉണ്ടാകുമോ എന്നറിയില്ല. പോലീസ് കസ്റ്റഡിയിൽ വിടാനാണ് സാധ്യത.